നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൊബൈലൊക്കെ കേടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതായിരുന്നു നിങ്ങളൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം. ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പ്രളയമായിരുന്നു 2018-ലും 2019-നും ശേഷം കേരളത്തിൽ വീണ്ടും വന്ന പ്രളയമാണ് 2026. 2018-ലെ പ്രളയത്തെക്കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ എൻ്റെ ഇതിൽ അത്രയും ഓർമ്മ കിട്ടുന്നില്ല. എന്തായിരുന്നു സംഭവം, അന്നത്തെ അവസ്ഥ എന്താണെന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും അറിയാവുന്നത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലൊക്കെ ക്യാമ്പൊക്കെ ആയിരുന്നു. 8 വർഷത്തോളമായി പ്രളയം 2018 കഴിഞ്ഞിട്ട്. ഇപ്പം കേരളത്തിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് 2026 ഉണ്ടായത്. ഇപ്പം പത്തനംതിട്ട, റാന്നി, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം ഇതൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതുപോലെ മലപ്പുറത്ത് പല സ്ഥലങ്ങളും മലയിടിഞ്ഞ് വീണ് വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പുതിയ ഗവൺമെൻറ് കയറിയിരിക്കുന്ന സമയം കൂടിയാണ്. 2.5 മാസത്തോളമായി പുതിയ UDF ഗവൺമെൻറ് വന്നിട്ട്. ഇതിനു മുമ്പേ നമ്മുടെ കേരളത്തിൽ 10 വർഷം LDF ആയിരുന്നു ഭരിച്ചത്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കളിയാക്കലോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ ഒന്നുമല്ല. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉണ്ടായ പ്രളയത്തെ ചില ആളുകൾ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുകയാണ്. ഇപ്പം ഈ ദുരന്തം ഉണ്ടായത് നമുക്കൊരിക്കലും ഒരു മുന്നറിയിപ്പ് പോലും ഉണ്ടായില്ല. പെട്ടെന്ന് അങ്ങ് അടിച്ചു കയറിയ ഒരു വെള്ളപ്പൊക്കമാണിത്. ഇപ്പം എല്ലാ വെള്ളവും കൂടെ വന്ന് അവസാനിക്കുന്നത് ആലപ്പുഴയിലാണ്. അപ്പം അതിനെക്കുറിച്ച് അറിഞ്ഞപ്പം തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഒരു പാലത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ അടിഞ്ഞുകൂടിയ വേസ്റ്റ് കാരണമാണ് വെള്ളം ഒഴുകി പോകാത്തത്. അതുപോലെ തന്നെ പൊഴി എടുക്കാത്തതിൻ്റെ ഇതൊക്കെയാണ് പ്രശ്നമായിരിക്കുന്നത്. ചില ആളുകൾ ഇത് രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കുകയാണ്. ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ്, അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങി കാണാതായിരിക്കുകയാണ്. 10 ദിവസമായി തെരച്ചിൽ തുടങ്ങിയിട്ട്. അതിൽ ആരെയും കണ്ടു കിട്ടിയിട്ടില്ല. ഇപ്പം ഗൗതം എന്ന് പറഞ്ഞ ഒരാളെയും അതുപോലെ തന്നെ ജോൺ എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളിയൊക്കെയാണ് കാണാതെ പോയിരിക്കുന്നത്. അവരൊന്നും കിട്ടിയിട്ടില്ല. വേറെ കുറച്ച് പേരുണ്ട്, പേരറിയത്തില്ല. എന്നാലും കൂടുതലും പേര് ആളുകൾക്ക് എത്തിയിരിക്കുന്നത് ഈ ജോണിൻ്റെയും ഗൗതമിൻ്റെയൊക്കെയാണ്. ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പം ആ വീട്ടുകാരുടെ പ്രതികരണം വരുന്നുണ്ട്. അതിൻ്റെ താഴെ വരുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരെ സഹായിക്കണം എന്ന നിലയ്ക്കല്ല ഇവിടെ കമൻറ്റുകൾ വരുന്നത്. പകരം രാഷ്ട്രീയപരമായിട്ടുള്ള, ഇപ്പം CPM-ൻ്റെ ഒരുപാട് ആളുകൾ ഇതിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ തോൽവിയാണ്, VD സതീശൻ്റെ ഇതാണ്, നുണേശൻ എന്നൊക്കെ പറഞ്ഞ് CPM-ൻ്റെ സൈബർ പോരാളികൾ ഒരുപാട് പേര് വന്ന് ഇതുണ്ട്. പിണറായി തോൽപ്പിച്ചല്ലേ, അനുഭവിച്ചോളൂ. പിന്നെ കോൺഗ്രസിൻ്റെയും സൈബർ പോരാളികൾ വന്ന് 10 വർഷം കേരളം ഭരിച്ചതാണ്, അവരൊന്നും ഈ സിസ്റ്റം നേരെ ആക്കില്ല, അതാണ് ഇവരെ ഇപ്പോൾ അവരെ കുറിച്ച് എന്താ പറയാത്ത, 10 വർഷം കേരളം ഭരിച്ചതല്ലേ എന്നും പറഞ്ഞ് UDF-ൻ്റെ ഒരുപാട് സൈബർ പോരാളികളും വരുന്നത്. ഇതിപ്പം രക്ഷാപ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് കൂടുതലും പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. പണ്ട് ഫേസ്ബുക്ക് ആയിരുന്നു, ഇപ്പോൾ അത് മാറി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമായി, യൂട്യൂബായി. ആകെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് താല്പര്യം തോന്നുന്നില്ല. അത്രയും അതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറിയിരിക്കുകയാണ്. പകരം നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റി വെച്ചിട്ട് രക്ഷാപ്രവർത്തനത്തിലേക്ക് നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ പലയിടങ്ങളും വെള്ളക്കെട്ടിലാണ്. ഇപ്പം എൻ്റെ വീടടക്കം വെള്ളക്കെട്ടിലാണ്. ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ വയ്യാത്തൊരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയത് തന്നെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്. അവർ 5-6 പേര് വന്ന് പൊക്കിയെടുത്തുകൊണ്ടാണ്
ഈ വെള്ളക്കെട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. 5-6 പേര് വന്നാണ് എൻ്റെ അച്ഛനെ കൊണ്ടുപോയി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പല ആളുകളെയും പറഞ്ഞ് ഇങ്ങനെ പറയണം. ഇപ്പം കഴിഞ്ഞ ദിവസം ട്രോള് വന്നായിരുന്നു. ഒരു അമ്മുമ്മ പറഞ്ഞ് ഇവിടെ ഒന്നുമില്ല, വെളിച്ചവും ഇല്ല, ഒന്നുമില്ല, വിജയനായിരുന്നപ്പോൾ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അമ്മുമ്മ പറഞ്ഞത്, മോനെ ഇതൊന്നും എനിക്കറിയില്ല, ബിജിലി മോൻ പറഞ്ഞ പോലെ പറയാൻ പറഞ്ഞു, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഈ ബിജിലി മോൻ CPM-ൻ്റെ ആളാണ്, അതുപോലെ അവരുടെ മകൾ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതും ട്രോളായി. അങ്ങനെ പലയിടങ്ങളിലും ഈ CPM പ്രവർത്തകർ ഇങ്ങനെ പറയണം, സർക്കാരിനെതിരായിട്ട് നിങ്ങൾ പറയണം എന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടി ഉണ്ടാക്കിയൊക്കെയാണ്. അതെല്ലാം മാറ്റിവെച്ച് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇപ്പം ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊപ്പം രാഷ്ട്രീയം മറന്ന് ജനങ്ങളുടെയും കേരളത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അല്ലാതെ സൈബർ ആക്രമണം നടത്തുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം അവർ തന്നെ രാവിലത്തെ ഇതിൽ പറഞ്ഞ് ഗവൺമെൻറ്റിനെ അല്ല പറയുന്നത്, അല്ലെ പാർട്ടിയെ അല്ല പറയുന്നത്. അവരുടെ സങ്കടം നമുക്ക് മനസ്സിലാവാം. അത് അവനവൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകുമ്പോഴേ ആ സങ്കടം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം പല ആളുകളും അതിനെ വിമർശിക്കുന്നുണ്ട്, അത് രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കുന്നവരുണ്ട്. അവർക്ക് അവരുടെ പിതാവിനെ അവർക്ക് വേണം, അതുപോലെ മറ്റേ കുട്ടിയെയും. അപ്പോൾ ആ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ മാറ്റി വെച്ചിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ, പലയിടങ്ങളിലും വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് ഇപ്പോൾ അതുപോലെ രോഗികളായിട്ടുള്ളവരൊക്കെ ഉണ്ട്, അവരെയൊക്കെ സഹായിക്കാനും അറിയാവുന്നിട്ടും ചില ആളുകൾ ചിലപ്പം അവരെ മൈൻഡ് ചെയ്യാത്ത ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ച് സഹായിക്കാനായിട്ടിരിക്കാം. അതുപോലെ ഭക്ഷണം, ഞങ്ങളിവിടെയൊക്കെ ഇപ്പോൾ ദുരിതാശ്വാസ കിറ്റുകളൊക്കെ കൊടുക്കുന്നത്, അതുപോലെ കൊടുക്കാനൊക്കെ ആയിട്ട് ഈ CPM-ൻ്റെ പ്രവർത്തകരൊക്കെ ആണെങ്കിലും ശ്രമിക്കണം. അല്ലാതെ അവിടെ വന്ന് ഇപ്പം നുണേഷൻ്റെ ന്യായീകരണം അതുപോലുള്ളതൊക്കെ മാറ്റി വെച്ച് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക. കാരണം ഇത് കുറേ ദിവസമായി ഇത് നടക്കുന്നത്. അതൊക്കെ ഒന്ന് അവസാനിക്കണം. രക്ഷാപ്രവർത്തനം ഏൽക്കണം. നമ്മുടെ നാട്ടിൽ ഓണം വരുവാണ്. അപ്പം നമ്മളിത് അതിജീവിച്ച് നമ്മുടെ ഈ ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഇപ്പം കച്ചവടക്കാരൊക്കെ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടൊക്കെ മാറ്റി അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും തിരിച്ചു കൊണ്ടുവരുത്തുകയും അതുപോലെ തന്നെ ഈ ഓണം നല്ലൊരു ഓണമാക്കി മാറ്റാനും ശ്രമിക്കണം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷേ നമ്മളിപ്പം ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും എത്തുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ എന്നാലും എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സൈബർ പോരാട്ടങ്ങൾ മാറ്റിവെച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അതായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപാട് ദിവസം പല മീഡിയക്കാരും വാർത്തകൾ വളച്ചൊടിക്കുന്ന രീതിയിലാണ് ഈ ഭരണത്തിനെതിരായിട്ടുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പം മീഡിയക്കാരെ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അവരുടെ ചാനലിന് റേറ്റിംഗ് കിട്ടണമെങ്കിൽ അവർക്ക് ഭരണപക്ഷത്തെക്കുറിച്ച് ഗവൺമെൻറ്റിനെ കുറിച്ച് എതിര് പറഞ്ഞാലേ അവരുടെ ചാനലിന് റേറ്റിംഗ് ഉണ്ടാകത്തുള്ളൂ. അതാണ് അവരുടെയൊക്കെ ഒരു ലോ. പക്ഷെ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം ആരാണ് ശരി ആരാണ് തെറ്റെന്ന്. അത് മനസ്സിലാക്കി വേണം നമ്മളെല്ലാവരും വിമർശിക്കാനും സൈബർ പോരാട്ടങ്ങൾ നടത്താൻ. ഇപ്പോൾ സൈബർ പോരാട്ടങ്ങൾ നടത്തുന്നവരെ നിർത്താനൊന്നും ആർക്കും സാധിക്കത്തില്ല. എല്ലാ പാർട്ടിക്കും, ഇപ്പോൾ CPM-നും കോൺഗ്രസിനും BJP-ക്കും ഒക്കെ സൈബർ പോരാളികളും ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഇത് കൂടുതലായിട്ടും പറഞ്ഞ് വല്ലാത്തൊരു ഇതിലേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ രീതിയിലൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഈ വിവാദങ്ങളുടെ പോരാട്ടങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷനിൽ പറഞ്ഞതാണ്, മുഖം കാണാത്ത വ്യക്തികളാണ് വിമർശിക്കുന്നത്, അതുപോലുള്ള ആളുകളാണ് ഇത്തരത്തിൽ കമൻറ്റുകൾ ഇടുന്നത്. മുഖം കാണിച്ചാരും കമൻറ്റുകൾ ഇടാറില്ല, അവരുടെ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്താറില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ 2026 പ്രളയത്തെ അതിജീവിക്കാം. പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞു വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ചെളിയും മറ്റ് കാര്യങ്ങളായതുകൊണ്ട് യാത്രാ സൗകര്യങ്ങളും നടക്കാനുള്ള ഇതൊക്കെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരും, പ്രതിപക്ഷവും ഭരണപക്ഷവും ശ്രമിക്കണം.
ജനങ്ങളുടെ ജീവിതം വീണ്ടും പഴയ പോലെ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വത്തിലും എത്തിക്കാനായിട്ട് അവർക്ക് കഴിയട്ടെ, അവർ പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും കമൻറ്റുകളും അതുപോലെ തന്നെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഈ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുവാണെങ്കിൽ, വല്ല വ്യൂവും കിട്ടുവാണെങ്കിൽ പല കമൻറ്റുകളും വരും. അത് അവരുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ചെയ്യരുത്. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ പരിധിയൊക്കെ കഴിഞ്ഞ് പോകുന്നതുകൊണ്ടാണ് ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷേ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്കും എൻ്റെ അഭിപ്രായം പറയണം. അപ്പോൾ ആ അഭിപ്രായമാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.